ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. ആ സഹോദരനെ നീ ഏത് കണ്ണുകൊണ്ട് ഏത് രീതിയിലാണോ കാണുന്നത്, അതിനനുസരിച്ചായിരിക്കും നിനക്കുള്ള അനുഗ്രഹവും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എപ്പോഴും നീ സഹോദരനുമായിട്ട് രമ്യപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുക. ഈശോയുടെ അമ്മ എപ്പോഴും ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്തിനു വേണ്ടിയാണ് ജീവിച്ചത്. ആ യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, മകനെ മകളെ, നീ നിൻ്റെ സഹോദരനോട് എപ്പോഴും രമ്യപ്പെടുക. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ദൈവവചനം ശ്രവിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ എങ്ങനെ നീ ബഹുമാനിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ദൈവമക്കളായ ആരെയെങ്കിലും നീ ഭോഷ എന്ന് വിളിച്ചാൽ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ദർ ഈസ് എ ജഡ്ജ്മെൻറ്റ്. വിഡ്ഢി എന്ന് വിളിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം നരകതുല്യമായിരിക്കും. ഈ നിമിഷം നമുക്ക് സ്വയം നമ്മളെ തന്നെ വിലയിരുത്താം. അറിഞ്ഞോ അറിയാതെയോ സഹോദരങ്ങളെ വിഡ്ഢിയെന്നോ ഭോഷ എന്നോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ രമ്യപ്പെടാം. അങ്ങനെ നീ രമ്യപ്പെട്ട് ബലിയർപ്പിച്ചാൽ മാത്രമേ അതൊരു അനുഗ്രഹമായി മാറത്തുള്ളൂ. ഈശോ നിൻ്റെ ബലിയർപ്പണം സ്വീകരിക്കത്തുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സഹോദരനെയും സ്നേഹിക്കുക. ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആരെയും അവഹേളിക്കാതെ,
ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്ന മക്കളായി മാറുക. ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്നു മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പശ്ചാത്തപിക്കേണ്ടവർ ഇന്ന് തന്നെ പശ്ചാത്തപിക്കുക. ദൈവാനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ലഭിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.